ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനായിരുന്നു റൂസോ. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലഘട്ടം 1789. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലഘട്ടം 1789. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, കർഷകർ. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കോമൺസ് എന്നറിയപ്പെടുന്ന കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, കൈത്തൊഴിലുകാർ, ബാങ്കർമാർ. അപ്പം കർഷകരിൽ നിന്നും തിതെ എന്ന നികുതി ആര് പിരിച്ചിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാർ പിരിച്ചിരുന്നു. കോമൺസിലുള്ള കർഷകരിൽ നിന്നും തിതെ എന്ന നികുതി പിരിച്ചിരുന്നത് ആരാണ്? ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാരായിരുന്നു. തൈലെ എന്ന ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരായിരുന്നു. അപ്പോൾ തൈലെ എന്ന ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞതാരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് 1789 ജൂൺ 20. ബാസ്റ്റിൽ ജയിലിൻ്റെ ആക്രമണത്തോടു കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ്. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത്. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലായിരുന്നു ബാസ്റ്റിൽ ജയിൽ. അപ്പോൾ 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടക്കുന്നത്. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് 1789 ഓഗസ്റ്റ് 12. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് 1789 ഓഗസ്റ്റ് 12. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേർണി. ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേർണിയാണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. കുറച്ച് ചിന്തകരും ആശയങ്ങളും നോക്കാം. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു വോൾട്ടെയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു വോൾട്ടെയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടെയറാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടെയറാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യൂ. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യൂ ആയിരുന്നു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യൂ. അപ്പോൾ നമ്മുടെ 6-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ഡി, അഡ്വക്കേറ്റ് കെ രാജൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് കെ രാജൻ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഭൂപരിഷ്കരണം, റവന്യൂ, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ. ഭൂപരിഷ്കരണം, റവന്യൂ, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വൈദ്യുതി വകുപ്പ് അനർട്ട് കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി വകുപ്പ് അനർട്ട് ശ്രീ കെ കൃഷ്ണൻകുട്ടി. വനം വന്യജീവി വകുപ്പ് എ കെ ശശീന്ദ്രൻ. വനം വന്യജീവി വകുപ്പ് എ കെ ശശീന്ദ്രൻ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളി. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഗതാഗതം കെ ബി ഗണേഷ് കുമാർ. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സ്പോർട്സ്,
റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം വി അബ്ദുറഹ്മാൻ. സ്പോർട്സ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം വി അബ്ദുറഹ്മാൻ. ഭക്ഷ്യം സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ജി ആർ അനിൽ. ഭക്ഷ്യം സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ജി ആർ അനിൽ. ധനകാര്യ വകുപ്പ് കെ എൻ ബാലഗോപാൽ. ധനകാര്യ വകുപ്പ് കെ എൻ ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം ഡോക്ടർ ആർ ബിന്ദു. മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗശാലകൾ ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗശാലകൾ ജെ ചിഞ്ചുറാണി. തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് എം ബി രാജേഷ്. തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് എം ബി രാജേഷ്. ടൂറിസം പി ഡബ്ല്യു ഡി പി എ മുഹമ്മദ് റിയാസ്. ടൂറിസം പി ഡബ്ല്യു ഡി പി എ മുഹമ്മദ് റിയാസ്. കൃഷി മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല പി പ്രസാദ്. കൃഷി മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല പി പ്രസാദ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം ഒ ആർ കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം ഒ ആർ കേളു. വ്യവസായം നിയമം വാണിജ്യം ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ പി രാജീവ്. നിയമം വ്യവസായം വാണിജ്യം ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ പി രാജീവ്. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വി ശിവൻകുട്ടി. സഹകരണ വകുപ്പ് തുറമുഖങ്ങൾ ദേവസ്വം വി എൻ വാസവൻ. സഹകരണ വകുപ്പ് തുറമുഖങ്ങൾ ദേവസ്വം വി എൻ വാസവൻ. ആരോഗ്യം വനിതാ ശിശുവികസനം വീണ ജോർജ്. ആരോഗ്യം വനിതാ ശിശുവികസനം വീണ ജോർജ്. ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സാംസ്കാരികം സജി ചെറിയാൻ. ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സാംസ്കാരികം സജി ചെറിയാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന 1 സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. പ്രസ്താവന 1 സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളായിരുന്നു സമമർദ്ദ രേഖകൾ. അപ്പം ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളായിരുന്നു സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ്. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് മർദ്ദച്ചരിവ്. തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് മർദ്ദച്ചരിവ്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ മർദ്ദച്ചരിവ് അവിടെ കൂടുതലായിരിക്കും. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവും കൂടുതലായിരിക്കും. മർദ്ദച്ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ കാറ്റിന് വേഗതയും കൂടുതലായിരിക്കും. മർദ്ദച്ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണം കോറിയോലിസ് ബലമാണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണം കോറിയോലിസ് ബലമാണ്. മധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. മധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 ശരിയാണ്.
അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏത്? കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് തീവ്ര ഉപജീവന കൃഷി. തീവ്ര ഉപജീവന കൃഷിയാണ് ആൻസർ. തീവ്ര ഉപജീവന കൃഷിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ചെറിയ ഭൂവുടമകൾ, കൃഷി വളരെ തീവ്രമാണ്, ധാരാളം കൈത്തൊഴിൽ ആവശ്യമാണ്, വായ്പയുടെ അഭാവമുണ്ട്, നെല്ലിൻ്റെയും മറ്റ് ഭക്ഷ്യവിളകളുടെയും ആധിപത്യം, മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വളങ്ങളുടെ ഉപയോഗം. അപ്പോൾ തീവ്ര ഉപജീവന കൃഷി എന്ന് പറയുന്നത് ചെറിയ പ്രദേശത്ത് വളരെ ചെറിയ ഭൂവുടമകളാണ്, ചെറിയ സ്ഥലത്താണിത് കൃഷി ചെയ്യുന്നത്. കൃഷി വളരെ തീവ്രമാണ്, ധാരാളം കൈത്തൊഴിൽ ആവശ്യമാണ്, വായ്പയുടെ അഭാവമുണ്ട്, പിന്നെന്താണ്, നെല്ലിൻ്റെയും മറ്റ് ഭക്ഷ്യവിളകളുടെയും ആധിപത്യം, മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വളങ്ങളുടെ ഉപയോഗം. ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചൈന, ഇന്ത്യ, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിലാണ്. എന്നിവിടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷതയായിരുന്നു ഭൂമി പരിമിതമാണ് തീവ്ര ഉപജീവന കൃഷിയിൽ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ആൻസർ ഓപ്ഷൻ സി ആണ് മസ്കറിൻ ഹൈ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയാണ് മസ്കറിൻ ഹൈ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയാണ് ഈ മസ്കറിൻ ഹൈ. ഈ ഉയർന്ന മർദ്ദമേഖല പലപ്പോഴും ഏപ്രിൽ പകുതിയോടെയാണ് രൂപം കൊള്ളുന്നത്. രൂപം കൊള്ളുന്നു. ഇന്ത്യയിലെ മൺസൂണിൻ്റെ തീവ്രത നിർണ്ണയിക്കുന്നതിൽ ഇതിൻ്റെ ശക്തി ഒരു പ്രധാന ഘടകമാണ്. ശക്തമായ ഉയർന്ന മർദ്ദം കൂടുതൽ കാറ്റിനോ ശക്തമായ മൺസൂൺ പ്രവാഹത്തിനോ കാരണമാകും. മസ്കറിൻ ഹൈയുടെ വികസനം വൈകിയാൽ ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നതും വൈകുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയായിട്ട് കണക്കാക്കുന്നത് ഈ മസ്കറിൻ ഹൈയെയാണ്. ഈ ഉയർന്ന മർദ്ദമേഖല ഏപ്രിൽ പകുതിയോടെ രൂപം കൊള്ളുന്നു. ഇന്ത്യയിൽ മൺസൂണിൻ്റെ തീവ്രത നിർണ്ണയിക്കുന്നതിൽ ഇതിൻ്റെ ശക്തി ഒരു പ്രധാന ഘടകമാണ്. ശക്തമായ ഉയർന്ന മർദ്ദം കൂടുതൽ കാറ്റിനോ ശക്തമായ മൺസൂൺ പ്രവാഹത്തിനോ കാരണമാകുന്നു. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായിട്ടും മഴയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം കുറവായിരിക്കും. തീരെ കുറവായിരിക്കും. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. കിഴക്കോട്ടൊഴുകുന്നവയായിരുന്നു മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നു ഗോദാവരി. ഗോദാവരിയുടെ ഏകദേശ നീളം
1465 കിലോമീറ്റർ. ഗോദാവരിയുടെ നീളമായിരുന്നു 1465 കിലോമീറ്റർ. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം കാണപ്പെടുന്നു. ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായിരുന്നു ജോഗ് ഫാൾസ്. ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫാൾസ് ആണ്. ജോഗ് ഫാൾസിൻ്റെ ഉയരം എന്ന് പറയുന്നത് 225 മീറ്ററാണ് ജോഗ് ഫാൾസിൻ്റെ ഉയരം. ഇത് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദി, കർണാടക. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര. അത് ശരിയാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര. അത് ശരിയാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടത് ഡി. ഇവയൊന്നുമല്ല. അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, ഇവയൊന്നുമല്ല. കശ്മീർ മുതൽ അരുണാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയം. കശ്മീർ മുതൽ അരുണാചൽ വരെയാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായിരുന്നു ഹിമാലയം. ഇതൊരു മടക്ക് പർവ്വതമാണ്. ഹിമാലയം എന്ന് പറയുന്നത് ഒരു മടക്ക് പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയായിരുന്നു ആൻഡീസ്. ഇത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയായിരുന്നു ആൻഡീസ്. ഇത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലിയാണ്. ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിന് കാരണം ഫലകങ്ങളുടെ കൂട്ടിമുട്ടൽ മൂലമാണ് ഹിമാലയം രൂപം കൊള്ളുന്നത്. പിന്നെ താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു പർവ്വതനിര കൂടിയാണ് ഹിമാലയം. ഹിമാലയ പർവ്വതത്തിൻ്റെ കൂട്ടിമുട്ടലുമായി ബന്ധപ്പെട്ട സമുദ്രമായിരുന്നു തെതിസ്. ഹിമാലയൻ പർവ്വതത്തിൻ്റെ കൂട്ടിമുട്ടലുമായി ബന്ധപ്പെട്ട സമുദ്രമാണ് തെതിസ്. ഹിമാലയ പർവ്വതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവസാദ ശിലകളാലാണ്, എന്നാൽ അതിൻ്റെ ഉള്ള് ഗ്രാനൈറ്റ് ആണ്. ഹിമാലയം 6 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു. ഏതൊക്കെയായിരുന്നു? ജമ്മു ആൻഡ് ലഡാക്ക്. ഇന്ത്യയിലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു, ജമ്മു ആൻഡ് ലഡാക്ക്. 11 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെ സംസ്ഥാനങ്ങളായിരുന്നു? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഹിമാലയത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്ററാണ്. 2400 കിലോമീറ്ററാണ്. പടിഞ്ഞാറ് ഭാഗത്ത് വീതി കൂടുതലാണ് 400 കിലോമീറ്റർ. കിഴക്ക് ഭാഗത്ത് 150 കിലോമീറ്റർ. ഹിമാലയ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ അതിരായി ഒഴുകുന്ന നദിയായിരുന്നു സിന്ധു. സിന്ധു ആണ്. എന്നാൽ കിഴക്കേ അതിരായിട്ട് ഒഴുകുന്നത് ബ്രഹ്മപുത്രയാണ്. ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് അതിരായി വരുന്ന പർവ്വതമായിരുന്നു നംഗപർവ്വതം. കിഴക്ക് അതിരായി വരുന്ന പർവ്വതമായിരുന്നു നംജാബർവ. ഹിമാലയത്തിൻ്റെ വടക്ക് ട്രാൻസ് ഹിമാലയവും തെക്ക് ഉത്തര മഹാസമതലവുമാണ്. വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതമാണ് ഹിമാലയം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.